ഞാനിന്ന് എത്തിയത് നമ്മളെ ഹിമാലയൻ്റെ 4ാമത്തെ സർവീസ് ആയിരുന്നു നിന്ന്. അപ്പോൾ സർവീസ് കോസ്റ്റ് കണ്ട് ഞാൻ ഞെട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കുക. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ട കാഴ്ചകളൊക്കെ ഞാൻ എല്ലാം ഫോണിലേക്ക് പകർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വൈകുന്നേര സമയത്തായിരുന്നു ഞാൻ വണ്ടി എടുക്കാൻ പോയത്. അപ്പോൾ അതാ ചേട്ടൻ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ കനോലി കനാലിൻ്റെ സൈഡിൽ കൂടെയുള്ള കണ്ടൽക്കാടാട്ടോ. ഇതൊക്കെ നമ്മളെ സംരക്ഷിക്കുന്ന സംഭവമാണ്. അങ്ങനെ ഞാൻ സർവീസ് സെൻറ്ററിൽ എത്തിയിട്ട് തന്നെ നമ്മളെ വണ്ടി ഇതാ കുട്ടപ്പനാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളോട്ട് കയറി നമ്മളെ ബില്ലും കാര്യങ്ങളൊക്കെ ചോദിച്ച് ബില്ലൊക്കെ ക്ലിയർ ചെയ്ത് ഗേറ്റ് പാസ് അടിച്ചിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. അങ്ങനെ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ കയ്യിൽ വണ്ടി കിട്ടി, നമ്മളെ മെല്ലെ വിട്ടു കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ച ഒരു എമൗണ്ടും വണ്ടീൻ്റെ ഈ 4ാമത്തെ സർവീസിൽ എനിക്ക് പണി കിട്ടിയില്ല കേട്ടോ. എനിക്ക് പണി കിട്ടിയതെന്ന് പറഞ്ഞാൽ 2ാമത്തെ സർവീസിലായിരുന്നു. അതായത് ബാക്കത്തെ ബ്രേക്ക് പാഡ് അടിച്ചു പോയി. കാരണം അതിന് 3300 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. അതിന് മാത്രം ഓടിയിട്ടില്ലായിരുന്നു. അതായത് സെക്കൻഡ് സർവീസ് ആയ സമയത്താണ് എനിക്കത് പണി കിട്ടിയത്. ഇത് കിട്ടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ്. കാരണം വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെ ബാക്കത്തെ ബ്രേക്കിൻ്റെ ലിവർമൽ അറിയാണ്ട് കാല് വെച്ചിട്ട് അത് ഒരഞ്ഞ് തീർന്നതാണ്. അതിന് മാത്രം വണ്ടി ഓടിയിട്ടൊന്നുമില്ലായിരുന്നു. അതിനുശേഷം എനിക്കൊരു പേടിയായിരുന്നു 4ാമത്തെ സർവീസ് എന്താണോ പണി കിട്ടുകയെന്ന്. ദൈവം സഹായിച്ചിട്ട് ഒരു പണിയില്ലായിരുന്നു. ആകെ 118 ഉറുപ്പ്യ ആയിട്ടുള്ളൂ. അതും കൺസ്യൂമബിൾ ഫീ എന്ന് പറഞ്ഞിട്ടൊരു പൈസ മാത്രമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചൊരു എമൗണ്ട് ഇതിന് വരാത്തതിനെ കൊണ്ട് ആ പൈസ ഞാൻ എന്തായാലും മാറ്റി വെച്ചതായിരുന്നു. അത് ഞാൻ നമ്മളെ വണ്ടിയിലേക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച്. അപ്പോൾ നാളെ എന്തായാലും ഒരു സൺഡേ ആണ്. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് നാളെ ഓണാക്കാം. അപ്പോൾ താങ്ക്